ആഹാ, അന്തസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാൽ എന്ന് പറയുന്ന താരരാജാവുമായി നടത്തിയിരിക്കുന്ന ക്ലിഫ് ഹൗസിൽ നടത്തിയ വലിയ വിശദമായി നടത്തിയ സിറ്റിംഗിന്റെ അഭിമുഖത്തിന്റെ ടീസർ ഇന്ന് മോഹൻലാൽ തന്നെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തേക്ക് വിട്ടപ്പോ മോദിയുമായി എന്ത് വ്യത്യാസമാണ് പിണറായി വിജയനുള്ളത്, മോദിയുടെ അതേ ഷോക്കേസിംഗ് തന്നെയാണ് പിണറായിയും നടത്തുന്നത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൂട്ടങ്ങൾ സൈബർ ഇടങ്ങൾ നിറയ്ക്കുകയാ. അവരോടൊന്നേ പറയാനുള്ളൂ, മോദി തെരഞ്ഞെടുപ്പ് വരുമ്പോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന് വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചോദ്യങ്ങൾ ചെയ്ത് അവരോട് മാത്രം പ്രതികരിക്കുന്നത് പോലെയല്ല സാക്ഷാൽ പിണറായി വിജയൻ പ്രതികരിക്കുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ എണ്ണി പറഞ്ഞിരിക്കുന്നത് എത്ര തവണയാണ്. കേരളം കണ്ടിട്ടില്ല ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി ഇത്രമേൽ തവണ മാധ്യമങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. മാത്രവുമല്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷം ഒരു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സഖാവിന്റെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. എന്നിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഇങ്ങനെ അഴിച്ചു വിടുകയാ. മോഹൻലാലിന്റെ ആ ഒരു ഇതിൽ വേണ്ടി മാത്രം മോഹൻലാൽ ചോദിക്കുന്ന പ്രീ പ്ലാൻഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം അഭിപ്രായം പറയുന്ന, മറുപടി പറയുന്ന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് പിണറായി വിജയൻ നിന്നു എന്ന് പറയുന്നവർക്കെതിരെയാണ് കൃത്യമായി പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ കൃത്യമായി നിലപാടുകൾ പറയാതെ ഒരു വാർത്താ സമ്മേളനം പോലും പിണറായി വിജയൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFന്റെ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റിംഗ് മോഹൻലാൽ എന്ന് പറയുന്ന വലിയ നടനുമായി ചേർന്ന് നടത്തുമ്പോൾ അതിനെ പിണറായി നടത്തുന്ന ഷോക്കേസ് മാത്രമായി കണക്കാക്കുന്നവരാണ് ഇന്ന് മുഴുവനും ശക്തമായ പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിട്ട് സോഷ്യൽ മീഡിയ നിറയ്ക്കുന്നത് എന്നുള്ളതാണ്. മോഹൻലാലിന്റെ ആ ടീസർ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ശ്രമിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല്, നമ്മുടെ അടിച്ച് തോല് പൊടിക്കുക എന്ന് പറയുന്നില്ലേ, എന്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ എന്നോട് പറയാൻ? അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ